ഈ ശബരിമല വിഷയം അങ്ങ് സൂചിപ്പിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വർഷമാണ്. അങ്ങിപ്പോൾ പറഞ്ഞ ആ വിഷയത്തിൽ അങ്ങൊരു പരിപൂർണ വിശ്വാസിയായിരുന്നപ്പോൾ പോലും അവസാന ഘട്ടത്തിൽ അവിശ്വാസി എന്നുള്ള നിലയിലേക്ക് അങ്ങ് നിലപാട് മാറ്റേണ്ടി വന്നു എന്നുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വീഴുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള വർത്താനല്ലേ ഉള്ളൂ. അന്ന് എന്താ സംഭവിച്ചതെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം, ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് നന്നായിട്ട് അറിയാൻ കാര്യം. അന്ന് 2 സ്ത്രീകൾ ശബരിമല പ്രവേശിക്കുകയും അതിൽ വിശ്വാസമില്ലാത്ത സ്ത്രീകളെ പ്രവേശിപ്പിച്ചു എന്നും പറയും. പിന്നീട് കഴിഞ്ഞ അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ ഇതൊക്കെ എന്താണെന്നറിയാം, ഇതൊക്കെ ഓരോ പ്രചരണങ്ങളാണല്ലോ. ഈ പ്രവേശിച്ചു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ തർക്കത്തിലൊന്നും ഞാനിപ്പോൾ ഇല്ല. 6-7 വർഷം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആ തർക്കത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പം ഇവര് ഈ പറഞ്ഞ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം പറഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവരൊന്നും അങ്ങനെയുള്ള ഇതൊന്നും പറയാനൊന്നും എന്നെ ബോധ്യപ്പെടുത്താറായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. സംശയം എന്താ? 52 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി അതല്ലേ പറ്റൂ. ഇപ്പൊ 66 വയസ്സായി. ഇനി അധികകാലം ഇല്ലല്ലോ. ഒരു മാക്സിമം വന്നാൽ ഒരു 75 വയസ്സ് വരെ ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. ഇനിയിപ്പോ ഈ അവസാന നിമിഷത്തിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ എന്നെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിനെതിരായിട്ട് ഞാനെങ്ങനെ നീങ്ങും? അതൊക്കെ വെറുതെ തോന്നലാണ് ഓരോരുത്തർക്കും. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, വേറെ ഈ BJP-ക്കാർ ഇവിടെ വന്നു എന്നുള്ള വാർത്തയ്ക്കകത്ത് വേറെ ഗൂഢാലോചന വല്ലതും ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? പത്മകുമാർ ഇങ്ങനെ BJP എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ല ഗൂഢാലോചനയുണ്ടോ? അത് ഞാൻ മാധ്യമങ്ങളെയാണ് സംശയിക്കുന്നത്. അപ്പൊ തന്നെ തിരുത്തിയല്ലോ. അത് ഫേസ്ബുക്കില് ഞാൻ അപ്പോഴത്തെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. കൊടുത്തത് ശരിയായില്ലാന്ന് തോന്നിയപ്പോൾ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തല്ലോ. പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള കളിയാണല്ലോ പിന്നെ നടന്നത് മുഴുവൻ.